ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ഗ്ലാസ് കുതിർത്ത് വെച്ച കൈമേരി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തു. അതായത് ചോറ് നല്ല കളർ കിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് നിങ്ങളിത് മാറ്റണം കേട്ടോ. അപ്പം വെള്ളം വറ്റി വരുമ്പോഴത്തേനും ചോറ് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം നമുക്ക് പച്ചക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റുമാണ് ഞാനിതിലേക്ക് ഇട്ടത്. സെലറി കിട്ടിയില്ല, അതുകൊണ്ട് ഇട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറി വരുന്ന സമയത്ത് നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം. ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ 4 മുട്ട എടുത്തു കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയില്ല. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന പച്ചക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം പച്ചക്കറിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. പക്ഷേ അധികം വേവൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇത് നല്ല ചൂടിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പച്ചക്കറി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അഴിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചക്കറിയുടെ മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കുറച്ചാൽ അത്ര ടേസ്റ്റ് പോകും. നമ്മൾ കൂട്ടി കൊടുക്കുന്നതിനാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് പച്ചക്കറിയും ഈ മുട്ടയും ചോറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചോറും ഉപ്പും അതായത് സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്